പുള്ളി പൊളിറ്റിക്സിൽ വന്നുകൊണ്ട് മാത്രമാണ് ഈ ഒരു ഇഷ്യൂ ഉണ്ടായത്. പുള്ളിയുടെ എല്ലാ പടങ്ങൾക്കും ചെറിയ ചെറിയ ഇഷ്യൂസ് വന്നപ്പോൾ കറക്റ്റ് സമയത്ത് പടം റിലീസ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇത് കുറച്ച് കൈ കടന്നുപോയി. കാരണം ഒരു ആക്ഷൻ സീനിന് വേണ്ടി മാത്രം ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്ത് പടത്തിന് അത്രയ്ക്കും താറടിക്കാൻ നോക്കിയതാണ്. പുള്ളിയുടെ പടത്തിന് വേണ്ടത്ര ജനനായകന് വേണ്ടത്ര പ്രൊമോഷൻ ഇല്ല. സിനിമാ പ്രേമികളുടെ ഫാൻസിൻ്റെ ഇടയിൽ മാത്രമായിരുന്നു ജനനായകന് ഒരു ഇതുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ഇഷ്യൂ കാരണം ഈ പടം വലിയൊരു ഹൈപ്പ് കയറിയിട്ടുണ്ട് പടത്തിന്. ഇതുവരെ ഇല്ലാത്ത ഹൈപ്പാണ് ഈ ഇഷ്യൂസിന് ശേഷം കയറിയിട്ടുള്ളത്. അതുകൊണ്ട് പടം ഓൾറെഡി വിജയുടെ പടത്തിന് ഒരു ഇനിഷ്യൽ കളക്ഷൻ ഉണ്ട്, പക്ഷേ ഈ ഒരു ഇഷ്യൂവും കൂടെ കാരണമുണ്ട് അത് വീണ്ടും കൂടിയിട്ടുണ്ട്. എന്തായാലും പടം എന്നിറങ്ങിയാലും പടം പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പടത്തിന് എന്തായാലും പ്രൊഡ്യൂസറിന് ലാഭം ഉണ്ടാകുന്ന കളക്ഷൻ ഉണ്ടാകും. പടം പൊളിറ്റിക്സ് രീതി പടമാണെങ്കിൽ പടം ഇലക്ഷൻ കഴിഞ്ഞിട്ട് ആവാനാണ് ചാൻസ്. കാരണം 21-ാം തീയതി ഇന്ന് സുപ്രീം കോടതിയിലെ വിധി എന്ന് പറയുന്നത് ഹൈക്കോടതി തീരുമാനിക്കാനുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് ഹൈക്കോടതി വരുമ്പോൾ അവർ ചോദിക്കുന്നത് ഒന്നും കൂടെ റിവൈസിങ് കമ്മിറ്റി വെച്ച് ഒന്നും കൂടെ പടം കാണാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ചിത്രം കാണാൻ 10 പേര് അടങ്ങുന്നതാണ്. 5 ആണുങ്ങൾ 5 പെണ്ണുങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും കൂടെ ഒരു ഡേറ്റ് നോക്കി വീണ്ടും നോക്കുമ്പോൾ ഫെബ്രുവരി ആയിക്കോളും. ഫെബ്രുവരി ആകുമ്പോൾ പടം കണ്ടിട്ട് അവർ പറയും ആ 5ഉം 10 പേരും ആരെ റെപ്രസെൻ്റ് ചെയ്യണമെന്ന് ഓൾറെഡി അറിഞ്ഞതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് വീണ്ടും പടത്തിന് കട്ടുകൾ കൊടുക്കും. അപ്പം ഫെബ്രുവരി 9th ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് പുള്ളി ഇലക്ഷനിൽ നിൽക്കുന്നത് കൊണ്ട് മാത്രം പടം ഇലക്ഷൻ കഴിഞ്ഞിട്ട് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. പുള്ളി ഇലക്ഷനിൽ നിൽക്കുന്ന പാർട്ടി ഇല്ലെങ്കിൽ പടം ഓൾറെഡി എന്ത് ഇഷ്യൂ വന്നാലും പടം മോഡ് ഓഫ് കോണ്ടാക്ട് ഇഷ്യൂ ഇല്ലായിരുന്നു. പക്ഷേ പുള്ളി ഒരു പാർട്ടി റെപ്രസെൻ്റ് ചെയ്ത് പുള്ളി CM കാൻഡിഡേറ്റ് ആണ്. പുള്ളി ഒരു 1-2 സ്ഥലത്ത് നിൽക്കുന്നതുകൊണ്ട് ഇലക്ഷൻ കഴിഞ്ഞിട്ടായിരിക്കും പടം റിലീസ് ചെയ്യുന്നത്.